ഇന്നൊരു ഓണം ഷോപ്പിംഗ് ആയാലോ? ഞാൻ മാത്രമല്ല, കൂടെ സൂര്യയുണ്ട്. കോളേജിൽ ഓണം സെലിബ്രേഷന് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ പോയതാണ് ഞാനും സൂര്യയും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന ആദ്യത്തെ ദിവസമാണ് ഇതെന്ന്. എന്നാൽ അങ്ങനെയല്ല. ഇന്നത്തെ ദിവസം കൂടി കൂട്ടി മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കുറേ പ്ലാനിങ് ആയിട്ടാണ് ഞാനും സൂര്യ ഇറങ്ങുന്നത്. എന്നാൽ അവിടെ എത്തുമ്പോഴത്തേക്കും ഞങ്ങളുടെ പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്ന ഒരു ഐറ്റം പോലും കിട്ടാറില്ല. എന്നാൽ അഥവാ കിട്ടിയാൽ തന്നെ അതൊട്ട് സാറ്റിസ്ഫൈഡ് ആവാറുമില്ല ഞങ്ങൾക്ക്. ഞാൻ ഓൾറെഡി ആർ.കെ. മാളിൽ നിന്ന് ഒരു സാരി എടുത്തതാണ്. പക്ഷേ വീട്ടിൽ കൊണ്ട് വന്നപ്പോഴത്തേക്കും അതെനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. ഒരുപാട് അഭിപ്രായങ്ങൾ വന്നു, ഒരുപാട് നെഗറ്റീവ് വന്നു. പിന്നെ എനിക്ക് ആ സാരി ഉടുക്കാനായിട്ടൊരു മനസ്സ് വരുന്നില്ല. അങ്ങനെ അത് എക്സ്ചേഞ്ച് ചെയ്യാനും കൂടിയാണ് ഈ പോകുന്നത്. ആർ.കെ. മാളിന് മുന്നേ വന്ന സമയത്ത് സൂര്യ ഒരു സാരി നോക്കിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പോത്തീസിൽ പോയപ്പോഴത്തേക്കും ഒരുപാട് കളക്ഷൻസ് ഉള്ള സാധനങ്ങൾ ഞങ്ങൾ അവിടെ നിന്ന് കണ്ടു. അതായത് ഞങ്ങളുടെ മനസ്സിൽ ഓൾറെഡി ഉണ്ടായിരുന്ന കുറേ സംഭവങ്ങൾ നമ്മളവിടെ കണ്ടു. പക്ഷെ ഞാൻ ഓൾറെഡി ഒരു സാരി എടുത്തത് കൊണ്ട് എനിക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഒരുപാട് റേറ്റിലുള്ള സാരി ഉടുക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സാരിയാണ് ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്തത്. മുന്നേ വന്ന സമയത്ത് സൂര്യ നോക്കി വെച്ചിരുന്ന സാരി അവിടെ ഉണ്ടായിരുന്നുവെങ്കിലും സൂര്യയുടെ കണ്ണ് പിന്നീട് പോയത് വേറെ പല സാരികളിലാണ്. മണിച്ചിത്രത്താഴിലെ ശോഭനെ പോലെ അത് കൊള്ളാമോ, ഇത് കൊള്ളാമോ, ഇതെങ്ങനെയുണ്ട് എന്നുള്ള രീതിയിലാണ് എൻ്റെ അടുത്ത് ഓരോന്നും ചോദിച്ചുകൊണ്ടിരുന്നത്. അവസാനം ഞങ്ങൾ അവിടെ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് നേരെ ചെരുപ്പെടുക്കാൻ പോയി. ചെരുപ്പെടുക്കാൻ പോയപ്പോഴത്തേക്ക് എനിക്ക് വലിയ കളക്ഷനൊന്നും തോന്നില്ല. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് രാമചന്ദ്രനിലാണ്. രാമചന്ദ്രനിൽ പോയി എനിക്ക് ചെരുപ്പെടുത്തു. പിന്നെ പരാഗിൽ പോയി. അവിടെ ഞങ്ങൾ ഉദ്ദേശിച്ച മെറ്റീരിയൽ ഇല്ലാത്തതുകൊണ്ട് ഇറങ്ങി. പിന്നെ മാലയും കമ്മലും വാങ്ങാനാണ് കയറിയത്. ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നോക്കിയെടുക്കാൻ പറ്റിയ ഒരു സമയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഒരു ദിവസത്തേക്ക് വാങ്ങാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ആർ.കെ. മാളിൽ നിന്ന് എൻ്റെ സാരി മാറ്റി വാങ്ങാനും കൂടിയാണ് പോയത്. പക്ഷേ എനിക്ക് പറ്റിയ ഒരു സാരി എനിക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ഒരു ദിവസം വാങ്ങാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഇതാണ് സത്യം പറഞ്ഞാൽ ഡെയിലി നടക്കാറുള്ളത്. ഞങ്ങൾ പോകുന്നത് ഒരു കാര്യത്തിനും പക്ഷേ ചെയ്തിട്ട് വരുന്നത് വേറെ പല കാര്യങ്ങളും ആയിരിക്കും. എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദ ഗേൾസ് ഈ ഒരു ടൈമിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും. കാരണം ഒരുപാട് കളക്ഷൻസ് ഒക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് ഏത് സെലക്ട് ചെയ്യണം എന്നുള്ള ഭയങ്കര കൺഫ്യൂഷനിലായിരിക്കും. പക്ഷേ എല്ലാ ഗേൾസും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. ചില ആളുകൾക്ക് എന്താ പറയുക, എല്ലാം കാണുമ്പോഴത്തേക്കും ഏതെടുക്കണം എന്നുള്ള ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷൻ ആവും. എന്നെപ്പോലെ തന്നെയാണോ നിങ്ങളെന്നുള്ളത് എനിക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.